എല്ലാവർക്കും പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് +1 സോഷ്യോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്ററായ സാമൂഹിക സ്ഥാപനങ്ങളെ മനസ്സിലാക്കാൻ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ചാപ്റ്ററാണ്. മലയാളത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. നമുക്ക് ഇംഗ്ലീഷിൽ ഇത് കഴിഞ്ഞ് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്യാം. അപ്പം നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? സ്കൂൾ ഒരു സ്ഥാപനമാണ്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ സാമൂഹിക സ്ഥാപനങ്ങൾ എന്നാൽ എന്താണെന്ന് നമുക്കറിയില്ല. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ പാഠത്തിലൂടെ നമ്മൾ കുറച്ച് സാമൂഹ്യ സ്ഥാപനങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. ഒരു 5ഓളം സാമൂഹ്യ സ്ഥാപനങ്ങളെ പറ്റിയാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പോൾ അവയുടെ സവിശേഷതകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ആദ്യം നമുക്ക് സ്ഥാപനം എന്നാൽ എന്താണെന്ന് നോക്കാം. എന്താണ് സ്ഥാപനം എന്ന് പറയുന്നത്? വിശാലമായ അർത്ഥത്തിൽ ഒരു സ്ഥാപനം എന്നത് സ്ഥാപിത നിയമങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ചട്ടങ്ങൾക്കും ആചാരങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ്. വ്യക്തികളെ നിയന്ത്രിക്കുന്നതിനുള്ള ഉപാധികളാണ് സ്ഥാപനങ്ങൾ. സ്ഥാപനങ്ങൾ വ്യക്തികളുടെ മേൽ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു, ഒപ്പം അവർക്ക് അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നു. എന്താണ് പറയുന്നത്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ഉപാധിയാണെന്ത് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. വ്യക്തികൾ അത് നിയന്ത്രിക്കുന്നു അല്ലേ? അതിന് തുടർച്ചയുണ്ട്. ഒരു സാമൂഹ്യ സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനം തുടർച്ചയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, ഏതൊരു സാമൂഹ്യ സ്ഥാപനമാണെങ്കിലും. അതേപോലെ തന്നെ അതിനെന്താണ്, നിരവധി പെരുമാറ്റ മാതൃകകളുണ്ട് അല്ലേ ഓരോ സാമൂഹിക സ്ഥാപനത്തിലും. അപ്പം നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത് പ്രധാനമായും ഈ പറയുന്ന സാമൂഹിക സ്ഥാപനങ്ങളെ പറ്റിയാണ്. കുടുംബം, വിവാഹം, ബന്ധുത്വം, രാഷ്ട്രീയം, സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ തൊഴിൽ, മതം, വിദ്യാഭ്യാസം, ഈ പറയുന്ന സാമൂഹിക സ്ഥാപനങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പം സ്ഥാപനം എന്നാൽ എന്താണ്? സ്ഥാപിതമായ നിയമങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ചട്ടങ്ങൾക്കും ആചാരങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ് സ്ഥാപനം എന്നത്. അപ്പം നമുക്ക് ആദ്യം കുടുംബത്തിൻ്റെ രൂപങ്ങളിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ കുടുംബം എന്ന സാമൂഹിക സ്ഥാപനത്തെ പറ്റി പറയാം. വേരിയേഷൻസ് ഇൻ ഫാമിലി ഫോംസ്. ഫാമിലി, കുടുംബം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? കുടുംബം എന്താണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പം നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് ചിലപ്പം അണുകുടുംബം, കൂട്ടുകുടുംബം, ഇതൊക്കെ ആയിരിക്കും. ചിലവർ ഇതും കേട്ടിട്ട് ഉണ്ടാവില്ല. അപ്പം കുടുംബത്തിന് പല ഘടനയായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് പല സ്ട്രക്ചർ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? അതായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടുംബത്തെ തിരിച്ചിരിക്കുന്നത്? ഘടനയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്? താമസ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചിട്ടുണ്ട് കുടുംബത്തെ. പിന്നെ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ തിരിച്ചിട്ടുണ്ട്. പിന്നെ പൈതൃകത്തിൻ്റെ അടിസ്ഥാനത്തിലും കുടുംബത്തെ തിരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് 4 തരത്തിൽ കുടുംബത്തെ തിരിച്ചിട്ടുണ്ട്. എക്സാമിന് ആ 4 തരം തരും. എന്നിട്ട് ആ 4 തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ വിവരിക്കാൻ ചോദിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് എന്താണ്? ടെക്സ്റ്റിൽ വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ അതേപോലെ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലേ പറയുന്നുള്ളൂ. പക്ഷേ ഇനിയും 2 കുടുംബം കൂടിയുണ്ട്. ഏതൊക്കെയാണ്? ഘടനയുടെ അടിസ്ഥാനത്തിലുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഘടനയുടെ അടിസ്ഥാനത്തിലുള്ള കുടുംബം നോക്കാം. ഘടനയുടെ അടിസ്ഥാനത്തിൽ കുടുംബം പ്രധാനമായും 2 എണ്ണമാണ് ഉള്ളത്. ഘടനയുടെ അടിസ്ഥാനത്തിൽ അതിൽ ആദ്യത്തേതാണ് അണുകുടുംബം എന്ന് പറയുന്നത്. ഘടനയുടെ അടിസ്ഥാനത്തിൽ ആദ്യമുള്ള കുടുംബം ആണ് അണുകുടുംബം. രണ്ടാമത്തേതാണ് കൂട്ടുകുടുംബം. അണുകുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും അതേപോലെ കല്യാണം കഴിക്കാത്ത മക്കളും ഉൾപ്പെടുന്നു എങ്കിൽ അതിനെ ഒരു അണുകുടുംബമായി നമുക്ക് എന്ത് ചെയ്യാം? കണക്കാക്കാം. ഓക്കെ. അപ്പം അണുകുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ഛനും അമ്മയും ഒപ്പം കല്യാണം കഴിക്കാത്ത മക്കളും ഉണ്ടെങ്കിൽ അതിന് അണുകുടുംബം എന്ന് വിളിക്കാം. അടുത്തത് കൂട്ടുകുടുംബം. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? 3 തലമുറകൾ ഒന്നിച്ച് ഒരു കുടുംബത്തിൽ താമസിക്കുന്നുവെങ്കിൽ അത്തരം കുടുംബങ്ങളെ നമുക്ക് കൂട്ടുകുടുംബം എന്ന് പറയാം. എത്ര തലമുറ? 3 തലമുറ. ഇനി അടുത്തതായി വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുടുംബങ്ങൾ. വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ 2ആയി തിരിക്കാം. ഏതൊക്കെയാണ്? മാതൃസ്ഥാനീയ കുടുംബവും പിതൃസ്ഥാനീയ കുടുംബവും. അതായത് മാട്രിലോക്കൽ ഫാമിലിയും പാട്രിലോക്കൽ ഫാമിലിയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഈ ഭാഗം വളരെ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം എന്നതാണ് പറയുന്നത്. ഒരു തവണയെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചിരിക്കണം. അപ്പോൾ നന്നായിട്ട് വായിച്ച് പഠിച്ചാൽ മാത്രമേ ഈ ഭാഗം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് നമ്മുടെ വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാതൃസ്ഥാനീയ കുടുംബം. മാതൃസ്ഥാനീയ കുടുംബത്തിൽ നവദമ്പതിമാർ അല്ലെങ്കിൽ പുതുതായി വിവാഹം കഴിച്ച ദമ്പതിമാർ വധുവിൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നു. മാതൃസ്ഥാനീയ കുടുംബത്തിൽ നവദമ്പതിമാർ വരൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നു. വധുവിൻ്റെ മാതാപിതാക്കളോടൊപ്പം.
തെറ്റ് നിങ്ങൾ ക്ഷമിക്കണം. മാതൃസ്ഥാനി കുടുംബത്തിൽ നവദമ്പതിമാർ വധുവിൻ്റെ മാതാപിതാക്കളോടൊപ്പമാണ് താമസിക്കുന്നത്. മാതൃസ്ഥാനി കുടുംബത്തിൽ നവദമ്പതിമാർ വധുവിൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നു. എന്നാൽ പിതൃസ്ഥാനി കുടുംബത്തിൽ നവദമ്പതിമാർ വരൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നു. പിതൃസ്ഥാനി കുടുംബത്തിൽ നവദമ്പതിമാർ വരൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നു. ഇനി അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുടുംബം. അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലും കുടുംബങ്ങളെ രണ്ടായി തിരിക്കാം. ആദ്യത്തേത് പിതൃമേധാവിത്വ കുടുംബം, രണ്ടാമത്തേത് മാതൃമേധാവിത്വ കുടുംബം. പാട്രിയാക്കൽ ഫാമിലിയും മാട്രിയാക്കൽ ഫാമിലിയും. അത് നമുക്ക് പിതൃമേധാവിത്വ കുടുംബം എന്തെന്ന് നോക്കാം. പുരുഷന് അധികാരവും ആധിപത്യവുമുള്ള കുടുംബത്തെയാണ് പിതൃമേധാവിത്വ കുടുംബം എന്ന് പറയുന്നത്. എന്താണ്? പുരുഷന് അധികാരവും ആധിപത്യവുമുള്ള കുടുംബത്തെയാണ് പിതൃമേധാവിത്വ കുടുംബം എന്ന് പറയുന്നത്. പുരുഷന് ആണ് ആ വീട്ടിൽ എന്ത് ചെയ്യുന്നത്? തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. കേരളത്തിലുള്ള ഒട്ടുമിക്ക കുടുംബം എന്താണ്? നമ്മുടെ പിതൃമേധാവിത്വ കുടുംബത്തിന് ഉദാഹരണമാണ്. ഇനി തീരുമാനമെടുക്കുന്നതിൽ അല്ലെങ്കിൽ അധികാരത്തിലും ആധിപത്യത്തിലും സ്ത്രീകൾ പ്രധാന പങ്ക് വഹിക്കുന്ന കുടുംബത്തെയാണ് മാതൃമേധാവിത്വ കുടുംബം എന്ന് വിളിക്കുന്നത്. ഈ കുടുംബത്തിലാണ് എന്ത്? മാതാവിന് പൂർണ്ണ അധികാരം അല്ലെങ്കിൽ അമ്മയ്ക്ക് പൂർണ്ണ അധികാരമുള്ള കുടുംബം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പൂർണ്ണ അധികാരമുള്ള കുടുംബമാണെന്ത്? മാതൃമേധാവിത്വ കുടുംബം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി പറയാം. പ്രധാനമായിട്ടും കുടുംബം 4 തരത്തിലുണ്ട്. ഘടനയുടെ അടിസ്ഥാനത്തിലുണ്ട് കുടുംബം, സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട് കുടുംബം, അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട് കുടുംബം, പിന്നെ വംശപാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുമുണ്ട്. ഘടനയുടെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ രണ്ടായി തിരിക്കും: അണുകുടുംബവും കൂട്ടുകുടുംബവും. അണുകുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും കല്യാണം കഴിക്കുന്ന മക്കളും ഒന്നിച്ച് താമസിക്കുന്നു. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ 3 തലമുറ ഒന്നിച്ച് താമസിക്കുന്നു. ഇനി വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിതൃസ്ഥാനീയ കുടുംബമുണ്ട്, മാതൃസ്ഥാനീയ കുടുംബവുമുണ്ട്. പിതൃസ്ഥാനീയ കുടുംബം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച ദമ്പതികൾ വരൻ്റെ വീട്ടിൽ താമസിക്കുന്നു. മാതൃസ്ഥാനീയ കുടുംബം എന്ന് പറഞ്ഞാൽ പുതുതായി വിവാഹം കഴിച്ച ദമ്പതികൾ വധുവിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. പിന്നെ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുടുംബം പിതൃമേധാവിത്വ കുടുംബം, മാതൃമേധാവിത്വ കുടുംബമാണ്. പുരുഷന് അധികാരമുള്ള കുടുംബമാണ് പിതൃമേധാവിത്വ കുടുംബം. സ്ത്രീകൾക്ക് അധികാരമുള്ള കുടുംബമാണ് മാതൃമേധാവിത്വ കുടുംബം. പിന്നെ പൈതൃകം, ലീനേജിൻ്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ വംശപാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലും കുടുംബമുണ്ട്. അത് പിതൃദായക കുടുംബവും മാതൃദായക കുടുംബവുമാണ്. പിതൃദായകവും മാതൃദായകവും. പിതൃദായക കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? വംശപാരമ്പര്യം. പിതൃദായക കുടുംബം എന്ന് പറഞ്ഞാൽ വംശപാരമ്പര്യം അച്ഛനിലൂടെ മക്കളിലേക്ക് കൈമാറുന്ന കുടുംബമാണ് പിതൃദായക കുടുംബം. വംശപാരമ്പര്യം അച്ഛനിലൂടെ മക്കളിലേക്ക് കൈമാറുന്ന കുടുംബമാണ് പിതൃദായക കുടുംബം. മാതൃദായക കുടുംബം എന്ന് പറഞ്ഞാൽ വംശപാരമ്പര്യം മാതാവിലൂടെ അല്ലെങ്കിൽ അമ്മയിലൂടെ മക്കളിലേക്ക് കൈമാറുന്നതിനാണ് മാതൃദായക കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ നല്ലോണം വായിച്ച് മനസ്സിലാക്കണം, എങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് തന്നെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ കുടുംബം എന്ന സ്ഥാപനത്തെ നമ്മൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഇത് വെച്ച് കാണുക, അല്ലെങ്കിൽ നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്തതായി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന അടുത്ത സാമൂഹിക സ്ഥാപനമാണ് വിവാഹം, മാരേജ്. നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ പല സ്ഥലങ്ങളിലും വിവാഹം നടക്കുന്നത് പല രീതിയിലാണ്. അവർക്കിടയിൽ പലതരത്തിലുള്ള ആചാരങ്ങളുണ്ട്, പലതരത്തിലുള്ള അനുഷ്ഠാനങ്ങളുണ്ട്, അല്ലേ? അപ്പം ചരിത്രപരമായി വിവിധ സമൂഹങ്ങളിൽ വിവിധ തരത്തിലുള്ള വിവാഹങ്ങൾ കാണാൻ കഴിയും. അവയാണ് നമ്മൾ നോക്കുന്നത് വിവാഹം എന്ന സ്ഥാപനത്തിലൂടെ. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വിവാഹങ്ങളെന്ന്. വിവാഹത്തിൻ്റെ രൂപങ്ങൾ, ഫോംസ് ഓഫ് മാരേജ്. വിവാഹത്തിന് പല രൂപങ്ങളുണ്ട്. അവയുടെ അടിസ്ഥാനം താഴെ പറയുന്നവയാണ്: പങ്കാളികളുടെ എണ്ണം, ആരെയൊക്കെ വിവാഹം കഴിക്കാം എന്നത് സംബന്ധിച്ച നിയമങ്ങൾ. അപ്പം വിവാഹത്തിന് എത്ര രൂപങ്ങളുണ്ട്? പലതരം രൂപങ്ങളുണ്ട്. അവയുടെ അടിസ്ഥാനം പ്രധാനമായും എന്താണ്? പങ്കാളികളുടെ എണ്ണവും അതിനനുസരിച്ച് ആരെയൊക്കെ വിവാഹം കഴിക്കാം എന്നത് സംബന്ധിച്ച നിയമങ്ങളും. പങ്കാളികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹത്തെ പ്രധാനമായും 2ആയി തിരിക്കാം. പങ്കാളികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹത്തെ പ്രധാനമായും 2ആയി തിരിക്കാം. ആദ്യത്തേതാണ് ഏക വിവാഹം അഥവാ മോണോഗാമി എന്ന് പറയുന്നത്. ഏക വിവാഹം അഥവാ മോണോഗാമി. രണ്ടാമത്തേതാണ് ബഹുവിവാഹം അഥവാ പോളിഗാമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏക വിവാഹം എന്നാൽ എന്താണ് നമുക്ക് നോക്കാം. ഏക വിവാഹം അഥവാ മോണോഗാമി ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു പങ്കാളിയെ അനുവദിക്കുന്നു. അതായത് ഒരു വ്യക്തി ഒരേ സമയം ഒരു പങ്കാളിയെ മാത്രം കല്യാണം കഴിക്കുന്നെങ്കിൽ അത് ഏകവിവാഹമാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ മാത്രം വിവാഹം കഴിക്കുന്ന സമ്പ്രദായമാണെന്ത്? ഏകവിവാഹം അഥവാ മോണോഗാമി എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഏകവിവാഹത്തിൽ അതായത് മോണോഗാമിയിൽ ഒരു വിഭാഗം കൂടി
അതാണ് സീരിയൽ മോണോഗാമി അഥവാ അനുക്രമ ഏകവിവാഹം എന്ന് പറയുന്നത്. അനുക്രമ ഏകവിവാഹം എന്താണ് പറയുന്നത്? ചില സമൂഹങ്ങളിൽ പങ്കാളികളുടെ മരണശേഷമോ അല്ലെങ്കിൽ വിവാഹമോചനത്തിന് ശേഷമോ വ്യക്തികളെ വീണ്ടും വിവാഹം ചെയ്യാൻ അനുവദിക്കാറുണ്ട്. എന്നാൽ ഒരേ സമയത്ത് ഒന്നിലധികം പങ്കാളികളെ സ്വീകരിക്കാൻ അവർക്ക് അനുവാദവുമില്ല. ഇത്തരത്തിലുള്ള ഏകവിവാഹത്തെ അനുക്രമ ഏകവിവാഹം എന്ന് വിളിക്കുന്നു. നിങ്ങൾ നന്നായിട്ട് വായിക്കണം. ചില സമൂഹങ്ങളിൽ എന്തുണ്ട്? പങ്കാളികളുടെ മരണശേഷമോ അല്ലെങ്കിൽ വിവാഹമോചനത്തിന് ശേഷമോ വ്യക്തികളെ വീണ്ടും വിവാഹം ചെയ്യാൻ അനുവദിക്കാറുണ്ട്. എന്നാൽ ഒരേ സമയത്ത് ഒന്നിലധികം പങ്കാളികളെ സ്വീകരിക്കാൻ അനുവാദവുമില്ല. ഇത്തരത്തിലുള്ള ഒരു ഏകവിവാഹ രീതിയാണ് നമ്മൾ അനുക്രമ ഏകവിവാഹം അല്ലെങ്കിൽ സീരിയൽ മോണോഗാമി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതോടെ നമ്മുടെ ഏകവിവാഹം കഴിഞ്ഞു. ഇനി ബഹുവിവാഹം. ബഹുവിവാഹം എന്താണ് പറയുന്നത്? ഒരു വ്യക്തി ഒന്നിലധികം വ്യക്തികളെ വിവാഹം കഴിക്കുന്ന സമ്പ്രദായമാണെന്ത്? ബഹുവിവാഹം. അതായത് ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷന്മാരെ കല്യാണം കഴിച്ചാൽ അതെന്താണ്? ബഹുവിവാഹം അഥവാ പോളിഗാമിയാണ്. ഈ പോളിഗാമി അല്ലെങ്കിൽ ബഹുവിവാഹത്തെ രണ്ടായി തിരിക്കുന്നുണ്ട്. ആദ്യത്തേതാണ് ബഹുഭാര്യത്വം അഥവാ പോളിജീനി. രണ്ടാമത്തേതാണ് ബഹുഭർത്തൃത്വം അഥവാ പോളിയാൻഡ്രി. അപ്പോൾ നമുക്ക് നോക്കാം പോളിജീനിയും പോളിയാൻഡ്രിയും എന്നാൽ എന്താണെന്ന് നോക്കാം. ഒരു പുരുഷന് ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരുണ്ടായിരിക്കുന്ന സമ്പ്രദായത്തെയാണ് ബഹുഭാര്യത്വം അഥവാ പോളിജീനി എന്ന് പറയുന്നത്. ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഭാര്യ, അങ്ങനെ ഓർത്താൽ മതി. ബഹുഭാര്യത്വം എന്ന് പറയുമ്പോൾ ഒന്നിലധികം ഭാര്യ നിങ്ങൾക്ക് ഓർത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരും. അപ്പം ഒരു പുരുഷന് ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരുണ്ടായിരിക്കുന്ന സമ്പ്രദായത്തെയാണ് ബഹുഭാര്യത്വം എന്ന് അഥവാ പോളിജീനി എന്ന് പറയുന്നത്. അതേപോലെ എന്താണ്? ഒരു സ്ത്രീക്ക് ഒരേ സമയം ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടാകുന്ന സമ്പ്രദായത്തെയാണ് ബഹുഭർത്തൃത്വം അഥവാ പോളിയാൻഡ്രി എന്ന് പറയുന്നത്. അത് നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് സ്വഗണ വിവാഹത്തിൻ്റെയും ബഹിർഗണ അല്ലെങ്കിൽ അന്യഗണ വിവാഹത്തിൻ്റെയും നിയമങ്ങൾ. ഓക്കെ, അപ്പം റൂൾസ് ഓഫ് എൻഡോഗാമി ആൻഡ് എക്സോഗാമി എന്നാണ് പറയുന്നത്. അപ്പം വിവാഹം കഴിക്കുന്ന ആൾക്കാരുടെ യോഗ്യത അല്ലെങ്കിൽ യോഗ്യതയില്ലായ്മ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവാഹ നിയമങ്ങളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. സ്വഗണ വിവാഹവും അന്യഗണ വിവാഹവും. ഇതെന്താണ്? ഇത് വിവാഹ നിയമങ്ങളാണ്. സ്വഗണ വിവാഹം, അന്യഗണ വിവാഹം അല്ലെങ്കിൽ ബഹിർഗണ വിവാഹം എന്നും അന്യഗണ വിവാഹം അറിയപ്പെടുന്നു. അപ്പം സ്വന്തം ഗണത്തിൽ നിന്നും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന വിവാഹ നിയമമാണെന്ത്? സ്വഗണ വിവാഹം അഥവാ എൻഡോഗാമി എന്ന് പറയുന്നത്. സ്വന്തം ഗണം അല്ലെങ്കിൽ സ്വന്തം ജാതി, സ്വന്തം ഗോത്രത്തിൽ നിന്നും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന വിവാഹ നിയമമാണെന്ത്? സ്വഗണ വിവാഹം, എൻഡോഗാമി എന്ന് പറയുന്നത്. ഗണത്തിന് പുറമേ നിന്നുള്ള വിവാഹം ഈ സ്വഗണ വിവാഹം അല്ലെങ്കിൽ എൻഡോഗാമി അനുവദിക്കാറില്ല. ഉദാഹരണം ജാതി, ഗോത്രം മുതലായ ഗണങ്ങളിലെ വിവാഹങ്ങൾ. എൻഡോഗാമി അല്ലെങ്കിൽ സ്വഗണ വിവാഹത്തിന് ഉദാഹരണം എന്താണ്? ജാതി, ഗോത്രം മുതലായ ഗണങ്ങളിലെ വിവാഹങ്ങൾ. ഇനി അന്യഗണ വിവാഹം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബഹിർഗണ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം ഗണത്തിന് പുറത്തുള്ളവരെ വിവാഹം ചെയ്യുന്നത് ആണെന്ത്? ബഹിർഗണ വിവാഹം അഥവാ എക്സോഗാമി അല്ലെങ്കിൽ അന്യഗണ വിവാഹം എന്നൊക്കെ പറയുന്നത്. അപ്പം വിവാഹ നിയമങ്ങൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്. സ്വഗണ വിവാഹവും ബഹിർഗണ അല്ലെങ്കിൽ അന്യഗണ വിവാഹവും. സ്വഗണ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം ഗണത്തിൽ നിന്നും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത് വിവാഹം കഴിക്കുന്നതാണ് സ്വഗണ വിവാഹം. ഇനി ബഹിർഗണ വിവാഹം എന്ന് പറഞ്ഞാലോ സ്വന്തം ഗണത്തിന് പുറമേ നിന്നും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്യുന്നതാണ് ബഹിർഗണ വിവാഹം അല്ലെങ്കിൽ അന്യഗണ വിവാഹം എന്ന് പറയുന്നത്. എൻഡോഗാമിയും എക്സോഗാമിയും അത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത കുറേ സാമൂഹ്യ സ്ഥാപനങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പരമാവധി നോട്ടായിരിക്കും നിങ്ങൾക്ക് ആവശ്യം എന്ന് എനിക്കറിയാം. അപ്പോൾ നോട്ട് അടിസ്ഥാനമാക്കി ഞാൻ ക്ലാസ് ചെയ്യാൻ ശ്രമിക്കാം, പരമാവധി ശ്രമിക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ നോട്ടൊക്കെ വെച്ച് പഠിപ്പിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചൊരു വ്യൂസ് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചൊരു സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അതെനിക്ക് ഒരു വലിയ തിരിച്ചടിയാണ്. അപ്പം നിങ്ങൾ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നോട്ട്സ് വെച്ച് നിങ്ങളെ പഠിപ്പിക്കാം. ഇംഗ്ലീഷിൽ മലയാളത്തിൽ നോട്ട് നോക്കി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ ഒരു പാർട്ടും കൂടി ഇനി വരുന്നുണ്ട്, സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അതിനുശേഷം ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.